ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സാഹിത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മിഠായി വാല എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. आज अपने मकान में बैठी हुई रोहिणी मुरली वाले की सारी बातें सुनती रही. आज ഇന്ന് अपने मकान में बैठी हुई തൻ്റെ വീട്ടിലിരുന്നിട്ട് രോഹിണിയെ നമുക്കറിയാം, മറ്റേ ചുന്നും മുന്നിൻ്റെ അമ്മയാണ്. രോഹിണി എന്ത് ചെയ്യുകയാണ്? മുരളി വാലയ്ക്ക് സാരി ബാത്ത്, ഈ മുരളി വാലയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ പറയുന്നതുമൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ആജ് ബി ഉസ്നെ അനുഭവ് കിയ, ഇന്നും ആജ് ബി ഇന്നും ഉസ്നെ അനുഭവ് കിയ, നമ്മുടെ രോഹിണിക്ക് അനുഭവ് കിയ ഫീൽ ചെയ്തു. ബച്ചോं के साथ इतने प्यार से बातें करने वाला फेरी वाला പെഹലെ കബി നഹിമായ, ഇന്നും രോഹിണിക്ക് ഫീൽ ചെയ്തു. എന്താണ് ഫീൽ ചെയ്തത്? ബച്ചോं के साथ, കുട്ടികളോട്, ഇത്തനെ പ്യാർസ്, ഇത്രത്തോളം സ്നേഹത്തോടെ, ബാത്യം കർണേ വാല, സംസാരിക്കുന്ന, ഫേരി വാല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന് വിൽക്കുന്ന ആളെയാണ് ഫേരി വാല എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടികളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു ഫേരി വാലയെ പെഹലെ കബി നഹീം ആയ, ഇതുവരെ ഇതിനു മുന്നേയുടെ വന്നിട്ടില്ല. ഫിർ വഹ സൗദാ ബി കൈസ സസ്ത ബേച്ചതാ ഹെ, അതുമാത്രമല്ല വഹ സൗദാബി, സൗദ സാധനമാണ്, സാധനവും കൈസ സസ്ത എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ്, എത്രത്തോളം വില കുറഞ്ഞാണ് അദ്ദേഹം ബേച്ചതാഹെ വിൽക്കുന്നത്. ഫല ആദ്മി ജാൻ പട്ടാഹെ, ഫല ആദ്മി നല്ല മനുഷ്യരെ കണ്ടാൽ ജാൻ പട്ടാഹെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. സമയ്ക്ക് ബാത്ത് ഹേ, എന്ത് ചെയ്യാനാണ്? സമയ്ക്ക് ബാത്ത്, കാലദോഷം. ജോ ബേച്ചാര ഇസ് തരഹ് മാരാ ഫിർത്താ ഹെ, ആ സമയദോഷം കൊണ്ടാണ് ബേച്ചാര, ഈ പാവം എന്ത് ചെയ്യുന്നത്? ഇസ് തരഹ്, ഇങ്ങനെ, മാരാ ഫിർത്താ ഹെ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. പേട്ട് ജോ ന കരായെ, പേട്ട് വയറാണ്, ജോ കരായെ സോ ധോട, ഒരു വയറ്, മനുഷ്യനെ ഒരു വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാത്തത്? അതായത് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇസി സമയ മുരളി വാലെ കാ ക്ഷീൺ സ്വർ ദൂസരി നികട് കി ഗലി സെ സുനായി പട, ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ രോഹിണി ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുരളി വാല ക്ഷീൺ സ്വർ, ആ മുരളി വാലയുടെ ക്ഷീൺ സ്വർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൗഡല്ലാത്ത, ദുർബലമായിട്ടുള്ള സൗണ്ട്, സ്വർ, ദൂസരി നികട് കി ഗലീസെ, മറ്റൊരു അടുത്തുള്ളതായിട്ടുള്ള ഒരു ഗലീസെ, നികടെന്ന് പറഞ്ഞാൽ സമീപം, ദൂസരി നികടെന്ന് പറയുമ്പം കുറച്ച് മാറിയുള്ള ഇവരുടെ ഇടവഴിയല്ല, മറ്റൊരു ഇടവഴിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടവഴിയാണ്, അതിലൂടെ സുനായി പട്ടാഹെ ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബച്ചൂങ്കോ ബെഹലാനെ വാല മുരളിയ വാല, കുട്ടികളെ, എന്താണ്? കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഫ്ലൂട്ട് വായനക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനൊരു പാട്ട് പാടിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇടവഴിയിലൂടെ നടന്നു പോകുന്നത്. രോഹിണി ഇസേ സുൻകർ മൻഹി മൻ കേനെ ലഗി, രോഹിണി ഇത് കേട്ടിട്ട് മൻഹി മൻ, രോഹിണിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കെഹിനെ ലഹി പറയാൻ തുടങ്ങി. ഔർ സുർ കൈസ മീട്ടാ ഹെ ഇസ്കാ, എന്ത് കൈസ മീട്ടാ ഹെ, എത്ര മധുരമായ സ്വരമാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ബഹുത് ദിനോ തക് രോഹിണി കോ മുരളി വാലെ കാ वह मीठा स्वर और उसकी बच्चों के प्रति वे സ്നേഹസിക്ത് ബാतें യാദ് ആത്തി രഹി. ബഹുത്ത് ദിനോ തക്ക്, കുറേ ദിവസങ്ങളായിട്ട് രോഹിണിക്ക് മുരളി വാലെ കാ
വഹ് മീഠാ സ്വർ, ഈ ഫ്ലൂട്ട് വായനക്കാരൻ്റെ മധുരസ്വരം, ഔർ ഉസ്കി ബച്ചോങ്കെ പ്രതി, അതുപോലെ കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹസിക്ത് ബാത്തെ, സ്നേഹം നിറഞ്ഞ സംസാര രീതികൾ, ഇതൊക്കെ രോഹിണിക്കിങ്ങനെ യാദ് ആത്തി രഹി, ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെഹീനെ കെ മെഹീനെ ആയേ ഔർ ചലേ ഗയേ, മാസങ്ങൾ വന്നു പോയി. ഫിർ മുരളിവാല ന ആയ, പിന്നീട് മുരളിവാല വന്നിട്ടില്ല. ധീരെ ധീരെ ഉസ്കി സ്മൃതി ഭി ക്ഷീൺ ഹോ ഗയി, അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ക്ഷീൺ ഹോ ഗയി, ദുർബലമായി പോയി എല്ലാവരുടെയും മനസ്സിൽ നിന്ന്. അതുപോലെ തന്നെ രോഹിണിയുടെ മനസ്സിൽ നിന്നുമൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു മെമ്മറീസ് എന്ത് ചെയ്തു, ദുർബലമായിപ്പോയി. 8 മാസ് ബാദ്, 8 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, സർദിക്ക് ദിൻധെ, വളരെ തണുപ്പുള്ള സമയമായിരുന്നു. രോഹിണി സ്നാൻ കർക്കെ മക്കാൻ കി ഛത് പർ ചട്കർ ആജാനുലംബിത് കേശ് രാശി സുഖാ രഹി ഥി. സർദിക്ക് ദിൻധെ, തണുപ്പുള്ള ദിവസമായിരുന്നു. രോഹിണി സ്നാൻ കർക്കെ, കുളിയൊക്കെ കഴിഞ്ഞിട്ട്, മക്കാൻ കി ഛത്, ഛത് മേൽക്കൂരയാണ്, വീടിൻ്റെ മേൽക്കൂരയിൽ കയറിയിട്ട്, ആജാനുലംബിത് കേശരാശി എന്ന് പറഞ്ഞാൽ മുട്ടുവരെ കിടക്കുന്ന കേശരാശി, കേശരാശി തലമുടിയാണ്. സുഖാരഹീഥി, എന്ത് ചെയ്യുകയായിരുന്നു, ഉണക്കുകയായിരുന്നു. അപ്പോൾ രോഹിണി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ ടെറസിൽ കയറി നിന്നിട്ട് എന്ത് ചെയ്യുകയായിരുന്നു, അവരുടെ മുട്ടുവരെ കിടക്കുന്ന തലമുടി ഉണക്കുകയായിരുന്നു. സുഖാന, ഉണക്കുക. ഈ സമയം നീച്ചേക്ക് ഗലീമേ സുനായി പട, ആ സമയത്ത് നീച്ചേക്ക് ഗലീമേ, താഴെ ഇടവഴിയിലൂടെ കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ബച്ചോങ്കോ ബെഹലാനെ വാല മിഠായി വാല. അപ്പോൾ കേൾക്കുന്ന പാട്ട് ഇങ്ങനെയാണ്, കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന അല്ലെ ആനന്ദിപ്പിക്കുന്ന മിഠായി വാല, മിഠായി കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾ എന്നുള്ള ആ ഒരു പാട്ടാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. തൊട്ടു മുന്നേ ആരായിരുന്നു, മുരളിവാലയായിരുന്നു അല്ലേ. അതിനു മുന്നേ ആരായിരുന്നു, ഖിലൗനേവാലയായിരുന്നു. ആദ്യം കളിപ്പാട്ട കച്ചവടക്കാരനായിരുന്നു, പിന്നീട് എന്തായി, ഫേരിവാല. ഇപ്പോൾ കേൾക്കുന്ന പാട്ട് മിഠായി വാല എന്നാണ്. മിഠായി വാലെ കാ സ്വർ ഉസ്കെ ലിയെ പരിചിത ഥാ, ഛട് സെ രോഹിണി നീച്ചെ ഉതറായി. മിഠായി വാലെ കാ സ്വർ, നമ്മുടെ ഈ മിഠായി വാലയുടെ സ്വരം, സൗണ്ട്, ഉസ്കെ ലിയെ പരിചിത ഥാ, രോഹിണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചയമുള്ളതായിരുന്നു. ഛട് സെ, വേഗം തന്നെ, രോഹിണി നീച്ചെ ഉതറായി, രോഹിണി താഴെ ഇറങ്ങി വന്നു. ഉസ് സമയ് ഉസ്കെ പതി മക്കാൻ മേ നഹീ ഥേ, ആ സമയത്ത്, ഉസ് സമയ് ഉസ്കെ പതി, ഈ രോഹിണിയുടെ ഹസ്ബൻഡ്, പതി ഹസ്ബൻഡാണ്, മക്കാൻ മേ നഹീ ഥേ, വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഹാ ഉൻകി വൃദ്ധ ദാദി ഥി, അവിടെ ഒരു വൃദ്ധയായ മുത്തശ്ശി ഉണ്ടായിരുന്നു, ദാദി, മുത്തശ്ശി. രോഹിണി ഉൻകെ നികട് ആക്കർ ബോലി, രോഹിണി അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദാദി ചുന്നു മുന്നു കെ ലിയെ മിഠായി ലേനി ഹേ, ജറാ കമരേ മേ ചൽക്കർ ടഹരാവോ. ദാദി ചുന്നു, മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്, ചുന്നു മുന്നുവിന് വേണ്ടിയിട്ട് മിഠായി ലേനി ഹേ, മിഠായി വാങ്ങണം. ജറാ കമരേ മേ ചൽക്കർ ടഹരാവോ, മുറിയിലേക്കൊന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഈ മിഠായി വാലയെ ടഹരാവോ എന്ന് വെച്ചാൽ അവിടെ ഒന്ന് മേടിക്കണം, അതുകൊണ്ട് അവിടെ നിർത്താമെന്ന് പറഞ്ഞു. മേ ഉദർ കൈസേ ആവും കൊയ് ആത്താനഹോ, ഞാൻ അവിടേക്ക് എങ്ങനെ വരും, കൊയ് ആത്താനഹോ, ആരും അങ്ങനെ വരില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്, ഞാൻ അവിടോട്ട് വരില്ലല്ലോ. അന്നൊക്കെ സ്ത്രീകൾ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാത്ത അവരുടെ ഒരു സംസ്കാരം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ജറ ഹട്കർ മേം ഹി ചിക്കി ഓട് മേം ബൈട്ടി രഹൂങ്കി, ജറ ഹട്കർ, ഞാൻ അല്പം മാറിയിട്ട്, മേം ഹി, ഞാനും, ചിക്കി ഓടുമേ, ചിക്ക് എന്ന് പറഞ്ഞാൽ ബാമ്പു കർട്ടനാണ്, ആ കർട്ടൻ്റെ ഓട്, അതിൻ്റെ മറവിൽ, ബൈട്ട് രഹൂങ്കി, ഞാനും അവിടെ ഇരിക്കാം, പക്ഷെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതാണ് നമുക്ക് പിക്ചറിൽ കാണാം, രോഹിണി ഒരു കർട്ടൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നതായിട്ട്. ദാദി ഉടുക്കർ കമരേ മേം ആക്കർ ബോലി,
ദാദി ഇത് കേട്ടിട്ട് അവിടുന്ന് എണീറ്റ് പോയി മുറിയിൽ ചെന്നിട്ട് വിളിച്ചു, ഏ മിഠായി വാല ഇധറാന, മിഠായി വാല ഇധറാന, ഇതുവഴി വരിക എന്ന് മുത്തശ്ശി പറഞ്ഞു. മിഠായി വാല നിക്കഡ് ആകയ, മിഠായി വാല നിക്കഡ് ആകയ, അടുത്തു വന്നു. ബോല പറഞ്ഞു, കിതനി മിഠായി ദൂം മാം, ये नए तरह की मिठाइयाँ हैं, रंग बिरंगी, कुछ कुछ खट्टी, कुछ कुछ मीठी, जायकेदार, बड़ी देर तक मुँह में टिकती हैं, जल्दी नहीं घुलती, बच्चे बड़े चाव से चूसते हैं. മിഠായി വാല നിക്കടാകയ, മിഠായി വാല ഈ മുത്തശ്ശി വിളിച്ചപ്പോഴത്തേക്ക് നിക്കടാകയ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വന്നു, സമീപത്തേക്ക് വന്നു. കിത്തനി മിഠായി ദൂം മാം, എത്ര മിഠായി വേണം അമ്മേ എന്ന് ചോദിച്ചു. ഏ നയേ തരഹക്കി മിഠായിയാം ഹേ, ഇതെല്ലാം നയേ തരഹ്, പുതിയ തരത്തിലുള്ള മിഠായികളാണ്. രംഗ് വിരങ്കി, പല നിറത്തിലുള്ള. കുച്ചു കുച്ചു കട്ടി, കട്ടി എന്ന് പറഞ്ഞാൽ പുളിരസമുള്ള. കുച്ചു കുച്ച് മീഠി എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരമുള്ള മിഠായികൾ. ജായകേദാർ, ജായകേദാർ എന്ന് പറഞ്ഞാൽ രുചിയുള്ള, സ്വാദിഷ്ടമായ. ബഡീ ദേർ തക് മുഹ്മേൻ ടിക്തി ഹേ, കുറേ സമയത്തോളം മുഹുമേ, വായ്ക്കുള്ളിൽ, ടിക്തി ഹേ, അലിയാണ്ട് കിടക്കുന്ന, കുറേ നേരം അലിയാണ്ട് കിടക്കുന്ന മിഠായികൾ. ജൽദി നഹീം കുൽത്തീൻ, ജൽദി പെട്ടെന്ന്, നഹീം കുൽത്തീൻ അലിഞ്ഞു പോവില്ല. ബച്ചെ ബഡെ ചാവ് സെ ചൂസ്തേ ഹേ, കുട്ടികൾ വലിയ താല്പര്യത്തോടു കൂടി എന്ത് ചെയ്യും, ബഡേ ചാവ് സെ വളരെ ഇഷ്ടത്തോടു കൂടി എന്ത് ചെയ്യും, ചൂസ്തേ ഹേ, അതിനെ ഇങ്ങനെ ഇങ്ങനെ വായിലിട്ട് ഉറിഞ്ചുന്നതിനാണ് എന്ത് പറയുന്നത്, ചൂസ്ന എന്ന് പറയുന്നത്. ഇൻ ഗുണോം കെ സിവ എ ഘാസി ഫി ദൂർ കർത്തി ഹെ, ഇത് മാത്രവുമല്ല, ഇത് കൂടാതെ, കെ സിവ എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇൻ ഗുണോം കെ സിവ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങൾ കൂടാണ്ട്, എ ഘാസി ഭി ദൂർ കർത്തി ഹെ, ഈ മിഠായികൾ, എ എന്ന് പറഞ്ഞാൽ ഈ മിഠായികൾ, ഘാസി ഭി ചുമയും, ദൂർ കർത്തി ഹെ അകറ്റുന്നു. കിത്തനി ധൂം എത്ര വേണം, ചപ്പട്ടി ഗോൽ പെഹൽദാർ ഗോലിയാ ഹെ, പൈസേ കി സോലഹ് ദേത്താ ഹോ. ചപ്പട്ടി, ചപ്പട്ടി എന്ന് പറഞ്ഞാൽ പരന്ന, ഗോൽ റൗണ്ട് ഷേപ്പിലുള്ള. പെഹൽദാർ, പെഹൽദാർ എന്ന് പറഞ്ഞാൽ 4 സർഫസും വ്യത്യസ്ത തരത്തിലുള്ള മിഠായികൾ. അങ്ങനെയുള്ള മിഠായികളെല്ലാം ഉണ്ട്. പൈസയ്ക്ക് സോലഹ് ദേത്താഹും, ഒരു പൈസയ്ക്ക് 16 മിഠായികൾ കൊടുക്കും എന്ന് പറഞ്ഞു. ദാദി ബോലി, മുത്തശ്ശി ആ സമയത്ത് പറഞ്ഞു, സോലഹ് തോ ബഹുത് കം ഹോത്താ ഹേ, ഈ സോലഹ് 16 മിഠായി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബഹുത് കം വളരെ കുറവാണ്. ഫല 25 തോ ദേത്തെ, ഒരു 25 തരാൻ പറഞ്ഞു. അപ്പോൾ മിഠായി വാല പറഞ്ഞു, നഹി ദാദി അധിക് നഹീം ദേ സക്താ, ഇത്നാ ഭി ദേത്താ ഹും, ഏ സബ് अब मैं तुम्हें क्या, खैर मैं अधिक न दे सकूँगा. മിഠായി വാല പറഞ്ഞു, ഇല്ല മുത്തശ്ശി, അധിക് നഹീം ദേ സക്ത, ഒത്തിരി തരാൻ പറ്റത്തില്ല, ഒത്തിരി തരാൻ കഴിയില്ല. ഇത്നാ ഭി ദേത്താഹും, ഇത്രത്തോളം തരുന്നു. ഏ സബ് മേൻ തുമേ ക്യാ, അബ് മേൻ തുമേ ക്യാ, ഞാൻ എന്താ ഇപ്പോൾ പറയുക, ഖൈർ പോട്ടെ, മേ അധിക് ന ദേ സകൂങ്ക, എനിക്ക് അധികം തരാൻ സാധിക്കില്ല, അത്ര പറഞ്ഞോളൂ. രോഹിണി दादी के पास ही थी, बोली, दादी फिर भी काफ़ी सस्ता दे रहा है, 4 पैसे की ले लो, वो पैसे रहे, ये पैसे रहे. രോഹിണി ദാദിയുടെ ആ ബാക്കിൽ സൈഡിലായിട്ടുള്ള കർട്ടൻ്റെ പിന്നിലായിട്ട് നിൽപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു, ദാദി ഫിർഫി കാഫി സസ്ത ദേ റഹാ ഹേ, എങ്കിലും കുറച്ച് വില കുറഞ്ഞാണല്ലോ തരുന്നത്. 4 പൈസയ്ക്ക് ലേലോ, 4 പൈസയ്ക്ക് ഇങ്ങ് വാങ്ങിക്കാൻ. ഈ പൈസ രഹോ, എന്നിട്ട് പൈസ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തു, മിഠായി വാലയ്ക്ക് കൊടുക്കാൻ. മിഠായി വാല മിഠായി ആ ഗിന്നെ ലഗ, മിഠായി വാല മിഠായി എണ്ണാൻ തുടങ്ങി. ഗിനിന എണ്ണുക, ലഗ്ന ഇവിടെ ലഗ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, തുടങ്ങി എന്നാണ്. തോ 4 കി ദേ ദോ, അപ്പോൾ മുത്തശ്ശി പറഞ്ഞു,
എങ്കിൽ 4 പൈസയ്ക്ക് എടുക്കാൻ പറഞ്ഞു. അച്ഛാ 25 നഹി സഹി 20 ഹീ ദോ, 25 തരില്ലെങ്കിൽ ഒരു 20എങ്കിലും തരണം എന്ന് പറഞ്ഞു. 20. अरे हाँ, मैं बूढ़ी हुई, मोल भाव अब मुझे ज़्यादा करना आता ही नहीं. मैं बूढ़ी हुई, ഞാൻ വൃദ്ധയായതുകൊണ്ട് തന്നെ മോൽ ഭാവ് അബ് മുझे ज़्यादा करना आता भी नहीं. മോൽ ഭാവ് കർണ വിലപേശുക, അങ്ങനെ വിലപേശാൻ അബ് മുझे ज़्यादा करना, അങ്ങനെ കൂടുതലായിട്ട് വിലപേശാൻ എനിക്കിപ്പോൾ അറിയില്ല. कहते हुए दादी के പോപ്പലെ മുഹുസെ ജറാസി മുസ്കരാഹട്ട് ഫൂട്ട് നികലി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദാദി കേത്തെ ഹുയെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിലപേശാൻ ഇപ്പോൾ എനിക്ക് പ്രായമായതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദാദിക്ക് പോപ്പലെ മുഹുസെ, പോപ്പലെ മുഖം എന്ന് പറഞ്ഞാൽ ഈ പല്ലിൽ കൊഴിഞ്ഞു കഴിയുമ്പോഴുള്ള ആ വായിൽ നിന്ന് ജറാസി മുസ്കരാഹട്ട് ഫൂട്ട് നികലി, ഒരു ചെറിയ പുഞ്ചിരി വന്നു. रोहिणी दादी से कहा, रोहिणी दादी അടുത്ത് പറഞ്ഞു, दादी इससे पूछो तुम इस शहर में और कभी भी आए थे या पहली बार आए हो, यहाँ के निवासी तो तुम तो हो नहीं. ദാദി അപ്പോൾ ഈ സമയത്ത് രോഹിണി ദാദിയോട് പറയും, മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു, ദാദി ഇസസെ പൂച്ചോ, ദാദി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചേ, തും ഇസ് ഷഹർ മേ ഔർ കബി ബി ആയേ ഥേ, ഈ പട്ടണത്തിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ, യ പെഹലി ബാർ ആയേ ഹോ, അതോ ആദ്യമായിട്ട് വരികയാണോ, യഹാങ്കെ നിവാസിത്തോ തും ഹോ നഹി, ഇവിടുത്തെ എങ്ങാനും താമസിക്കുന്ന ആളാണോ അല്ലയോ ഒന്ന് ചോദിച്ചെന്ന്. ദാദീനെ ഇസ് കഥൻ കോ ദോഹരാനെ കി ചേഷ്ട കി ही थी कि मिठाई वाले ने उत्तर दिया, पहली बार नहीं और भी कई बार आ चुका हूँ. ദാദി ഈ സമയത്ത് ഈ ആ ഒരു കഥൻ നമ്മുടെ രോഹിണി പറഞ്ഞ കാര്യം ദോഹരാനേക്ക് ചേഷ്ട കി ഹി തി, ദോഹരാന ആവർത്തിച്ച് ഉരുവിടുക, അങ്ങനെ ആവർത്തിച്ച് ഉരുവിടാൻ ശ്രമിച്ചപ്പോഴേക്കും മിഠായി വാലനെ ഉത്തർ ദിയ, അപ്പോഴേക്കും മിഠായി വാല തന്നെ എൻ്റെ മറുപടി പറഞ്ഞു, പെഹലി ബാർ നഹി, ആദ്യമായിട്ടല്ല, കൈ ബാർ ആ ചുക്കാഹും, ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. രോഹിണി ചിക്കി ആട് സെ ഹി ബോലി, പെഹലെ ഹി മിഠായി ബെച്ചത്തെ ഹുയെ ആയേ ഥേ യാ ഔർ കോയി ചീസ് ലേക്കർ. രോഹിണി ചിക്കി ആട്, ആ ബാമ്പു കട്ടൻ്റെ ബാക്കിൽ നിന്നിട്ട് ചോദിച്ചു, പെഹലെ യഹി മിഠായി ബേച്ചത്തെ ഹുയെ ആയേ ഥേ, ആദ്യം ഈ മിഠായി വിൽപ്പനയ്ക്കാണോ ഇവിടെ വരുന്നിരുന്നത്, യാ ഔർ കൊയ് ചീസ് ലേക്കർ, അതോ മറ്റെന്തെങ്കിലും സാധനവും വിൽക്കാനായിരുന്നോ, ചീസ് വസ്തു സാധനം എന്നുള്ളതാണ്, ബേച്ചിന വിൽക്കുക, ആദ്യം മിഠായി വിൽപ്പനയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും സാധനവുമായിട്ടാണോ വന്നിരുന്നതെന്ന് ചോദിച്ചു. മിഠായി വാല ഹർഷ സംശയ ഔർ വിസ്മയാദി ഭാവോं में डूबकर बोला, इससे पहले मुरली लेकर आया था और उससे भी पहले खिलौने लेकर. മിഠായി വാല ഹർഷ സംശയ വിസ്മയാദി, ഹർഷ വളരെ സന്തോഷത്തോടെയും എന്നാൽ കുറച്ച് സംശയത്തോടെയും കുറച്ച് വിസ്മയാദിഭാവം, കുറച്ച് അതിശയഭാവത്തോടെയും ഒക്കെ അതിൽ മുഴുകിയിട്ട് ഡൂബിന ചോദിച്ചു, മറുപടി പറഞ്ഞു. ഇസസെ പെഹലെ, ഇതിനു മുന്നേ മുരളി ലേക്കർ ആയാഥ, ഇതിനു മുന്നേ മുരളി ഫ്രൂട്ട് വിൽക്കാനായിരുന്നു വന്നിരുന്നത്. സുസേബി പെഹലെ, അതിനു മുന്നേ ഖിലൗനെ ലേക്കർ, കളിപ്പാട്ടവുമായിട്ടായിരുന്നു വന്നിരുന്നത്. रोहिणी का अनुमान ठीक निकला. अब तो वह उससे और भी कुछ बातें पूछने के लिए अस्थिर हो उठी. वो बोली, इन व्यवसायों में भला तुम्हें क्या मिलता होगा. രോഹിണി का अनुमान ठीक निकला. രോഹിണിയുടെ അനുമാൻ എന്ന് വെച്ചാൽ രോഹിണി ചിന്തിച്ച കാര്യങ്ങൾ, ആ സങ്കല്പങ്ങളൊക്കെ ശരിയായി. കാരണം ഉദ്ദേശിച്ചതും അത് തന്നെയായിരുന്നു, ഇതിനു മുന്നേ വന്നിട്ടുള്ള ആൾ തന്നെയാണെന്നാണ് രോഹിണി ഉദ്ദേശിച്ചിരുന്നത്. अब तो वह उससे और भी कुछ बातें पूछने के लिए, ഇപ്പോൾ രോഹിണി ഉസസെ ഔർ ബി കുച്ച് ബാത്തെ, അദ്ദേഹത്തോട് കുറച്ചുകൂടി കാര്യങ്ങൾ, കുച്ച് ബാത്തെ പൂച്ചിനെ കേലിയെ, ചോദിക്കാൻ വേണ്ടിയിട്ട്, അസ്തിർ ഹോടി എന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബോലി എന്നിട്ട് ചോദിച്ചു, ഇൻ വ്യവസായമേ ഭലാത്തുമേ ക്യാ മിൽത്താ ഹോഗ, ഇൻ വ്യവസായമേ, ഈ കച്ചവടങ്ങളിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ തുമേ ക്യാ മിൽത്താ ഹോഗ, എന്താണ് നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നത്. ബഹുബോല മിൽത്താ ഭലാ ക്യാ ही खाने भर को मिल जाता है, कभी नहीं मिलता है. मिलता भला क्या, എന്ത് കിട്ടാൻ, ഈ ഖാനെ ഫർ കോ മിൽ ജാത്താ ഹെ, വയറ് നിറയാനൊക്കെ ഉള്ളത് കിട്ടും.
ആഹാരത്തിനുള്ളത് കിട്ടും. കബി നഹീം ഹി മിൽത്ത, ചിലപ്പോൾ അതും കിട്ടില്ല. पर हाँ संतोष, धीरज और कभी कभी असीम सुख ज़रूर मिलता है और यही मैं चाहता भी हूँ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം, ധീരജ് ധൈര്യം, और कभी कभी അസീം സുഖ്, പലപ്പോഴും മിക്കപ്പോഴും അസീം അതിരുകളില്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള സുഖ്, ഒരു മനസ്സിനൊരു സുഖം ജരൂർ മിൽത്താ ഹെ, അത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. യഹി മേം ചാഹത്താ ഭി ഹൂം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. സോ കൈസേ വഹുബി ബതാവോ, അതെന്താണ് സന്തോഷം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് പറഞ്ഞത്? വഹുബി ബതാവോ, അതോട് പറയാൻ. और व्यर्थ उन बातों की क्यों चर्चा करूं, उन्हें आप जाने ही दे. उन बातों को सुनकर आपको दुख ही होगा. അപ്പോൾ വ്യർത്ത് ഉൻ ബാത്തോങ്കി, വെറുതെ, ഇപ്പം ഇനി എന്തിനാണ് വെറുതെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച, ഞാൻ എന്തിന് ഡിസ്കസ് ചെയ്യണം. ഉനെ ആപ് ജാനെ ഹി ദേ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ തന്നെ, ഉൻ ബാത്തോങ്കോ സുൻകർ, ഞാനിപ്പോൾ അത് പറഞ്ഞു തന്നിരിക്കട്ടെ, എന്നാൽ തന്നെ അത് കേട്ടിട്ട് आपको दुख ही होगा, ദുഃഖമായിരിക്കും അത് കേട്ട് കഴിയുമ്പോൾ തോന്നുക. जब इतना बताया है तब और भी बता दो, मैं बहुत उत्सुक हूँ, तुम्हारा हर जाना होगा, मिठाई मैं और भी ले लूँगी. अब इतना बताया है, ഇപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുണ്ടല്ലോ, തബ് ഔർ ഭി ബതാ ദോ, ഇനിയും ബാക്കിയൂടി പറഞ്ഞു തരൂ. മേ ബഹുത്ത് ഉത്സുഹും എന്ന് വെച്ചാൽ ഞാൻ വളരെയധികം ഈഗറാണ് അതറിയാനുള്ള ഒരു എന്താ പറയുന്നത്, അറിയാൻ എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. തുമാര ഹർജാന ഹോഗ, നിങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. മിഠായി മേ ഔർ ഭി ലേ ലൂങ്ക, ഞാൻ മിഠായി ഇനിയും വാങ്ങും എന്ന് രോഹിണി പറഞ്ഞു. അതിശയ ഗംഭീരത കെ സാത്ത് മിഠായി വാലനെ കഹ, मैं भी अपने नगर का एक प्रतिष्ठित आदमी था. मकान, व्यवसाय, गाड़ी घोड़े, नौकर चाकर सभी कुछ था. അതിശയ ഗംഭീരത കെ സാത്ത് എന്ന് വെച്ചാൽ നമ്മളെ അമേസിങ് ആയി പോകുന്ന തരത്തിലുള്ള ഒരു ഗാംഭീര്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, മിഠായി വാല പറഞ്ഞു. മേം ഭി അപ്നെ നഗർക്ക, ഞാനും തൻ്റെ നഗരത്തിലെ ഏക പ്രതിഷ്ഠിത ആത്മീയത, പ്രതിഷ്ഠിത എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. മക്കാൻ, വ്യവസായ്, ഗാഡി ഘോടെ, കെട്ടിടം, അതുപോലെ തന്നെ വ്യവസായ, ബിസിനസ്, ഗാഡി ഘോടെ, വണ്ടികളും, കുതിരവണ്ടി, അതുപോലെ തന്നെ നൗക്കർ ചാക്കർ, വേലക്കാര്, ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. സ്ത്രീധേ, ഭാര്യ ഉണ്ടായിരുന്നു. ചോട്ടെ ചോട്ടെ ദോ ബച്ചെ ഭീ ധേ, 2 കുട്ടികളുണ്ടായിരുന്നു. മേരാ വഹ് സോനേക്കാ സൻസാർ ഥ, മേരാ വഹ് സോനേക്കാ സൻസാർ, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ ലോകം തന്നെയായിരുന്നു. സോന സ്വർണ്ണമാണ്, ഒരു സ്വർണത്തിൽ തീർത്ത ഒരു ലോഹമായിരുന്നു, ഒരു ലോകമായിരുന്നു എന്നെ സംബന്ധിച്ച്. സൻസാർ ലോകം, ഒരു ലോകമായിരുന്നു. ബാഹർ സമ്പത്തി കാ വൈഫ്, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമ്പത്തിയുടെ ആ ഒരു ആസ്തിയുടെ പേരിലുള്ള ആ ഒരു വൈഭവ്, ആ ഒരു പ്രൗഢി എനിക്കുണ്ടായിരുന്നു. ഭീതർ സാംസ്കാരിക് സുഖത, ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നു. സ്ത്രീ സുന്ദരി ധി മേരി പ്രാൺധി, എൻ്റെ വൈഫ് സ്ത്രീ സുന്ദരിയായിരുന്നു. മേരി പ്രാൺധി, എൻ്റെ ജീവനായിരുന്നു. ബെച്ചെ ഏസെ സുന്ദർദെ, കുട്ടികളോ അതുപോലെ ഐസെ സുന്ദർദെ, അവരെ ഇത്രത്തോളം മനോഹരമായിരുന്നു കുട്ടികളും. ജയ്സെ സോനേക്കെ സജീവ് ഖിലൗനെ, സ്വർണം കൊണ്ടുള്ള സജീവ് ഖിലൗനെ, ജീവനുള്ള ഖിലൗന, കളിപ്പാട്ടം, സ്വർണ്ണത്താൽ നിർമ്മിച്ച ജീവനുള്ള കളിപ്പാട്ടമാണെന്നാണ് അവരെ കണ്ടാൽ തോന്നുക. അതുപോലെയായിരുന്നു അവർ. ഉൻകി അട്ഖേലിയോങ്കെ മാരെ ഘർ മേ കോലാഹൽ മച്ചാ രഹാ ഥാ. എനിക്ക് അഡ്ഖേലിയ, അവരുടെ ആ വികൃതിത്തരങ്ങൾ, കൊച്ചുകുട്ടികളാകുമ്പം കാണിക്കാറുള്ള അവരുടെ ബാല്യകാലത്ത് അവർ കാണിക്കാറുള്ള ആ വികൃതികൾ, അതുകൊണ്ട് ഘർമേ കോലാഹൽ മച്ചാരകഥ, വീടിനുള്ളിൽ ഭയങ്കരമായ ബഹളമായിരുന്നു എപ്പോഴും. സമയ്ക്ക് ഗതി വിധാതാക്കി ലീല, സമയ്ക്ക് ഗതി കാലത്തിൻ്റെ കളി, വിധാതാക്കി ലീല ഈശ്വരൻ്റെ ഓരോ കളികൾ. അബ് കോയി നഹി ഹെ, ഇപ്പം ആരുമില്ല. ദാദി പ്രാൺ നിഖാലെ നഹി നിഖലെ,
പ്രാൺ നിക്കാലെ നഖീ നിക്കാലെ. ജീവൻ മുത്തശ്ശി, ജീവിതം എന്താ, എൻ്റെ ജീവൻ പോയോ, പോകുന്ന പോലെയാണ്. പക്ഷെ പോകുമോ അതുമില്ല, ഇങ്ങനെ മരിച്ച് ജീവിക്കുകയാണ്. ഇസ്ലിയെ അപ്നെ ഉൻ ബച്ചോങ്കി ഖോജ്മേൻ നിക്കാലാഹും. അതുകൊണ്ട് അപ്നെ ബച്ചോങ്കി ഖോജ്മേൻ, തൻ്റെ കുട്ടികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടികളിലൂടെയൊക്കെ അവരെ എനിക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. വേ സബ് അന്തമേ ഹോങ്കെ തോ യഹി കഹി. വേ സബ് അന്തമേ ഹോങ്കെ, അവസാനം വരെ അവർ ഉണ്ടാവും. തോ യഹി കഹി, ഇവിടെ എവിടെയെങ്കിലും. ആഖിർ കഹീന ജന്മേ ഹി ഹോങ്കെ. ആഖിർ കഹീന ജന്മേ ഹി ഹോങ്കെ, അവസാനം അവരെവിടെയെങ്കിലും അല്ലെങ്കിൽ ജന്മം എടുത്തിട്ടുണ്ടാവും. ഉസ് തരഹ് രഹത്ത ഘുൽ കുൽഖർ മർത്ത. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി ആലോചിച്ച് ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ഖുൽ കുൽഖർ മർത്ത എന്ന് വെച്ചാൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഇല്ലാണ്ടായി പോകും. ഇസ്തരക സുഖ സന്തോഷിക്കെ സത് മരുങ്ക. ഇങ്ങനെ ആകുമ്പോൾ, ഇങ്ങനെ ഈ സാധനങ്ങൾ വിറ്റ് നടന്ന കുട്ടികളോടൊപ്പം ചിലവഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് സുഖ സന്തോഷിക്കെ കുറച്ച് മനസ്സിനൊരു സുഖമൊക്കെ കിട്ടി, സന്തോഷം. ഈ കുട്ടികളെ കാണുമ്പോൾ എൻ്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ അവരോടൊപ്പം കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ മരിക്കാൻ സാധിക്കും. इस तरह के जीवन में कभी कभी अपने उन बच्चों की एक झलक से मिलती है. ഈ ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ പലപ്പോഴും അപ്നെ ഉൻ ബച്ചോങ്കി, തൻ്റെ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ഝലക്, അവരെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളാണ് എനിക്കതിൽ കിട്ടുന്നത്. ആ ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. ഏസാ ജാൻ പഡ്താ ഹെ ജैसे वे इन्हीं में ഉച്ചൽ ഉച്ചൽ കർ ഘാസ് കേൽ രഹേ ഹെ. ഏസാ ജാൻ പഡ്താ ഹെ, എനിക്ക് അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ജൈസേ വേ ഇനിയുമേ ഉച്ചൽ ഉച്ചൽ കർ, ഇവർക്ക് എവിടെ, ഈ കുട്ടികൾക്കുള്ളിൽ തന്നെ അവരിതിനുള്ളിൽ പുനർജന്മമെടുത്ത് ഉച്ചൽ ഉച്ചൽ കർ ഹാസ് കേൽ രഹേ ഹെ, അവർ ഓടിച്ചാടി കളിച്ച് സന്തോഷത്തോടെ അവർ കളിച്ച് നടക്കുന്നുണ്ടെന്നുള്ള തോന്നലാണ് എനിക്ക്. അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൈസോങ്കി കമി ദോടെ ഹി ഹെ, आपकी दया से पैसा तो काफ़ी है. पैसे की कमी दौड़े ही है. पैसे पैसों की कमी दौड़े ही है. ആപ്കി ദയാസെ പൈസേ തോ കാഫി ഹെ. പൈസോങ്കി കമ്മി ദോടെ ഹി ഹെ, പണത്തിന് എനിക്ക് കുറവുണ്ട്, പക്ഷേ അത് ആപ്കി ദയാസെ പൈസേ തോ കാഫി ഹെ, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ, താങ്കളുടെയൊക്കെ ദയ കൊണ്ട് പൈസ ഇപ്പോൾ എനിക്ക് വേണ്ടുവോളം ഉണ്ട്. ജോ നഹി ഹെ, എനിക്കില്ലാത്തത് എന്താണെന്നറിയാമോ? ഇസ് തരഹ് ഉസിക്കോ പാജാത്താഹും. എനിക്ക് എന്താണ് ഇല്ലാത്തത്, അത് ഞാൻ ഇപ്രകാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭാര്യയും മക്കളൊന്നുമില്ല, അപ്പം മക്കളെ കുറിച്ചോർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു ഓർമ്മകൾ ഇതിലൂടെ ഈ കുട്ടികളോടൊപ്പം ഇങ്ങനെ ഇവർക്ക് മിഠായി, കളിപ്പാട്ടം ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിലൂടെ ഞാനത് നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. രോഹിണിനെ ആ മിഠായി വാലേക്ക് ഓർ ദേക്ക ഉസ്കി ആങ്കെ ആംസും സെ തർഹെ. രോഹിണി ആ സമയത്ത് മിഠായി വാലയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആൻസു കണ്ണുനീരാണ്, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇസി സമയെ ചുന്നു മുന്നും വന്നു. കളിയൊക്കെ കഴിഞ്ഞിട്ട് രോഹിണി സെ ലിപ്പട്ടുകർ ഉസ്ക ആഞ്ചൽ പകടുക്കർ പോലെ അമ്മ മിഠായി, രോഹിണിയെ ഇങ്ങനെ വന്ന് ചുറ്റിപ്പിടിച്ചിട്ട് ആഞ്ചൽ പകടുക്കർ, സാരിത്തുമ്പിൽ പിടിച്ചിട്ട് അമ്മ മിഠായി വേണമെന്ന് പറഞ്ഞു. മുझसे लो कहकर तत्काल कागज़ की 2 पुड़ियाँ मिठाइयों से भरी मिठाई वाले ने चुन्नू मुन्नू को दे दी. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തരാം ഏക്കർ എന്ന് പറഞ്ഞിട്ട്, തത്കാൽ മീൻസ് പെട്ടെന്ന് തന്നെ, കാഗസ് കി 2 പുടിയ എന്ന് പറഞ്ഞാൽ കടലാസിൻ്റെ 2 പൊതിക്കെട്ടുകൾ, പുടിയ മിഠായിയോം സെ ഭരി, മിഠായികൾ നിറച്ച 2 പൊതികൾ മിഠായി വാലനെ ചുന്നു മുന്നുക്കോ ദേദി, ചുന്നുനും മുന്നുനും കൊടുത്തു. രോഹിണി നെ ഭീത്തർ സെ പൈസെ ഫേങ്ക് ദിയെ. രോഹിണി അകത്ത് നിൽക്കുകയാണ്, കർട്ടൻ്റെ പിന്നിൽ. അവരെന്ത് ചെയ്തു, ഉള്ളിൽ നിന്ന് പൈസ അകത്തേക്ക് എറിഞ്ഞു കൊടുത്തു. മിഠായി വാലോനെ പേട്ടി ഉടായി, മിഠായിമാല അദ്ദേഹത്തിൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, അബ് ഇസ് ബാറിയെ പൈസ എന്നാ ലൂങ്ക, ഇപ്രാവശ്യം എനിക്ക് ഇതിൻ്റെ പൈസ വേണ്ട, കുട്ടികൾക്ക് കൊടുത്ത മിഠായിയുടെ പൈസ വേണ്ട. ദാദി പോലി അരേ എന്നാ അപ്പനെ പൈസ ലിയെ ജാബായി, അതായത് നിൽക്ക് പിന്നെ പൈസ എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞു. തബ് തക് ആകെ ഫിർ സുനായി പടാ ഉസി പ്രകാർ മാതക് മൃദുൽ സ്വരമേ. അപ്പോഴേക്കും കേൾക്കാൻ സാധിക്കുന്ന ആ ഒരു മധുര സ്വരമായിരുന്നു, വളരെ സോഫ്റ്റായിട്ടുള്ള ആ ഒരു സ്വരം കേൾക്കാൻ സാധിച്ചു. ബച്ചോങ്കോ ബഹലാനെ വാല മിഠായി വാല, കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന, ആകർഷിപ്പിക്കുന്ന ആ മിഠായി വാല എന്നുള്ള ആ ഒരു ശബ്ദമാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു.
പാഠഭാഗം മനസ്സിലായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.